നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തി പറഞ്ഞ്. അപ്പൊ പുകഴ്ത്തലും സന്തോഷിക്കലും അതിന്റെ പേരില് മധുരം വിതരണം ചെയ്യലും ഒക്കെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇഷ്ടമുള്ളവരുടെ പ്രവർത്തനമാണ്. എല്ലാ സ്ഥലത്തും എല്ലാ കാലത്തും അങ്ങനെയാണ്. എന്നാലോ വെറുപ്പുള്ള ആ ഇബ്ലീസിന്റെ അനുയായികളുടെ പരിപാടിയാണ് അതിനെല്ലാം വിമർശിക്കുക എന്നുള്ളത്. അപ്പൊ ആ ഭാഗത്തേക്ക് അതിനെ തള്ളിവിടാൻ നമുക്ക്. പിന്നെ അപ്പൊ ഇബ്ലീസ് എന്താണ് ആകാശങ്ങളെ തൊട്ട് തടയപ്പെട്ടു ജനിച്ച കാരണത്താൽ. ഇത് ഇബ്നു അസാക്കിർ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. എന്താണ് ഇബ്ലീസിന്റെ അവസ്ഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പ് അതുകൂടി പറയുന്നുണ്ട്. അതായത് കാന ഇബ്ലീസ് യഖ്തരിഖു സമാവാത്തി സബഅ, 7 ആകാശങ്ങളും എന്താണ് കയറി പോകുമായിരുന്നു. ഇബ്ലീസിന് 7 ആകാശങ്ങളിൽ പോകുന്നതിന് അവിടെ മലക്കുകളുടെ വാസസ്ഥലമാണല്ലോ. അപ്പൊ ആ ലോകത്ത് പോകുന്നതിന് ഇബ്ലീസിന് തടസ്സം ഉണ്ടായിരുന്നില്ല. ഫലമ്മ ഉലിദ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചപ്പോ ഹുജിബ മിന സബഇ അൻ സമാ സലാസിൻ, 3 ആകാശങ്ങളെ തൊട്ട് തടയലുണ്ടായി. ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചപ്പോ ഇനി 3 ആകാശത്തേക്ക് പോകാൻ പറ്റൂല. അത് അവസാനത്തെ 3 ആകാശമായിരിക്കും. ഇവിടുന്ന് അങ്ങോട്ടല്ലേ പോവുക. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് 1, 2, 3, 4 കഴിഞ്ഞിട്ട് 5, 6, 7 ആകാശങ്ങളില് ഇനിയിപ്പോ പോകാൻ പാടില്ല എന്ന്. അങ്ങോട്ട് പോയാല് മലക്കുകൾ അവിടെ സെക്യൂരിറ്റി ഉണ്ടല്ലോ, അവര് പിടിക്കും. അങ്ങോട്ട് വിടൂല. കാന യസിലില്ല 40. അതിനുശേഷം എന്തായി? ഈസാ നബി അലൈഹി സ്വലാം ജനിച്ചതിന് ശേഷം 4 ആകാശങ്ങളിൽ വരെ പോകാറുണ്ട്. ഫലമ്മാ ഉലിദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുജിബ മിന സബഇ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോഴോ 7 ആകാശങ്ങളിൽ ഒരാകാശത്തും പോകാൻ പാടില്ല, ആകാശത്തിന്റെ താഴെ നിൽക്കാൻ പാടുള്ളൂ എന്ന് ഇബ്നു അസാക്കിർ റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച ഹദീസിലുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയും അത് പറഞ്ഞിട്ടുണ്ട്. എന്താ? ബിലഫ്ലി അന്ന ശയാത്തീൻ കാനൂ ലാ യുഹജബൂന അനിസ് സമാവാത്ത്. അപ്പോ ഇബ്നു അസാക്കിർ ഉദ്ധരിച്ചതില് ഇബ്ലീസ് എന്ന് മാത്രമേ ഉള്ളൂ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നതില് അന്ന ശയാത്തീന കാനൂ ലാ യുഹജബൂന അനിസ് സമാവാത്തി കാനൂ യദ്ഖുലൂനഹ. എന്താ? ശൈത്താന്മാർക്ക് ആർക്കും വിലക്കില്ല, അവിടെ എല്ലാം പോവാം. ഭൂമിയിലെ എല്ലാ സ്ഥലത്തും ശൈത്താന്മാർക്ക് നടക്കാലോ എന്ന പോലെ ആകാശത്തിൽ എല്ലാ സ്ഥലത്തും നടക്കാമായിരുന്നു. അവിടെ പ്രവേശനം നിരോധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഈ ശൈത്താന്മാർ അവിടെയൊക്കെ പോകുന്ന എന്തിനാ? അവിടെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, മൊത്തം ലോകത്തിന്റെ അഡ്മിനിസ്ട്രേഷനാണ് എന്ത് ഈ ആകാശം എന്ന് പറഞ്ഞ മലക്കുകളാണുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുക. അല്ലാഹു തആല അൽ മുദബ്ബിറാത്തി അംറൻ എന്നല്ലേ പറഞ്ഞേ? തദ്ബീറൊക്കെ മലക്കുകളെയാണ് ഏൽപ്പിക്കുക, അല്ലാത്ത അംബിയാനെ ഔലിയാക്കിനെ ഒക്കെ ഏൽപ്പിക്കും. അതായത് അല്ലാഹു തആല നേർക്ക് നേരെ ചെയ്യുക എന്നുള്ളത് കുറവാണ്. അപ്പൊ അങ്ങനെ തദ്ബീറുകൾ നടക്കുന്ന എന്താണ് ഇദാറത്താണ് ആകാശം. അപ്പൊ അവിടെ പോയാല് ഇവിടെ ഭൂമിയിൽ ഇനി നാളെ ഉണ്ടാവും, മറ്റന്നാൾ ഉണ്ടാവും, ഇതൊക്കെ മലക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമല്ലോ, അവരെ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യും. അപ്പൊ അതെല്ലാം കാണാനും കേൾക്കാനൊക്കെ കഴിയും. അപ്പൊ അങ്ങനെ എത്തൂന ഈ ശയാത്തീന്മാർ അവിടെ പോയിട്ട് ബിഅഖ്ബാരിഹ, ആകാശത്തിലെ വർത്തമാനങ്ങൾ എന്ന് പറഞ്ഞാല് മലക്കുകൾ അവരുടെ ഇടയിൽ സംസാരിക്കുന്ന ഈ ഭൂമിയിലെ ഭാവി കാര്യങ്ങളെ കുറിച്ചുള്ള സംസാരങ്ങൾ, വിവരങ്ങൾ അതെല്ലാം കൊണ്ടുവന്നിട്ട് യുൽഖൂനഅലൽ കഹനത്തി, ഈ ജ്യോത്സ്യന്മാർക്ക് കൈമാറും. അങ്ങനെയാണ്, ജ്യോത്സ്യന്മാർക്ക് കൈമാറും. അങ്ങനെയാണ്, ജ്യോത്സ്യന്മാർക്ക് കൈമാറി. അങ്ങനെ എന്താണ് പല മുമ്പ് അങ്ങനെ ഉണ്ട്. പിന്നെ വിശ്വാസം ജനിച്ചപ്പോ അത് വിലക്ക് വന്നു എന്നാണ്. അപ്പോ ഈ ജ്യോത്സ്യന്മാർക്ക് കൈമാറുന്ന എന്താണ്? വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് കാലത്ത് മഹാനവറുകളോട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരാളിനെ കുറിച്ചൊരു പരാമർശം പറഞ്ഞു. അതായത് ഒരാൾ വഹി വരുന്നു എന്ന് വാദിക്കുന്നു. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമക്ക് എന്താണ് അറിയുന്ന ആളുമാണ്. അപ്പോ ആ ആളെന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ വഹി വരുന്നു എന്ന് വാദിക്കുന്നുണ്ടല്ലോ. അപ്പൊ ജനങ്ങൾ എന്നിട്ട് പറഞ്ഞു. അപ്പൊ അതിനെ എന്താണ് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ശക്തിയായി എതിർക്കും, കണിശമായി വിമർശിക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ജനങ്ങൾ ചെന്ന് പറഞ്ഞത്. എന്നാൽ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ആ പറഞ്ഞ പരാതിക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല. വഹി വരുന്നെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ളൊരു സമീപനായിപ്പോയി. അപ്പൊ ജനങ്ങൾക്ക് എന്താണ്, പറഞ്ഞവർക്ക് ആശ്ചര്യമായി. എന്താണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ വഹി വരിക എന്ന് പറഞ്ഞാല് കള്ളപ്രവാചകത്വം വാദിക്കുക എന്നാണല്ലോ, അല്ലെ? അപ്പൊ ഒരാള് കള്ളപ്രവാചകത്വം വാദിക്കുന്നു എന്ന് പറയുമ്പോ, ഒരു വ്യാജനായി പ്രവാചകനായി എന്താണ് അഭിനയിക്കുന്നു എന്ന് പറയുമ്പോ
അതിന് ശക്തിയായി പ്രതികരിക്കണ്ടേ? എന്നിട്ട് എന്താ പ്രതികരിക്കാത്തത്? അപ്പൊ ഇത് അതിനെക്കുറിച്ച് വിശദീകരണം ചോദിച്ചപ്പോ എന്താണ്, ശയാത്തീന് യുൽഖൂന ഇലാ ഔലിയാഇഹിം യൂഹൂന ഇലാ ഔലിയാഇഹിം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. ശയാത്തീൻ എന്ത് ചെയ്യും? അവരുടെ ഔലിയായിലേക്ക് വഹി അറിയിക്കും എന്ന് എന്താണ് ആയത്തോതിയിട്ട് ആ ആള് വാദിക്കുന്ന വഹി എന്താണ്? അള്ളാന്റെ വഹിയല്ല, അത് ശൈത്താന്റെ വഹിയാണ്. ആ ആളാണെങ്കിലോ ശൈത്താന്റെ വലിയുമാണ് എന്നിങ്ങനെ അവര് വിശദീകരിച്ച് എന്ത് ചെയ്തു? സമാധാനിപ്പിച്ചു അവരെ. അപ്പോ വഹി എന്ന് പറയുമ്പോഴും വലിയ എന്ന് പറയുമ്പോഴും ഒക്കെ ഏതാണ് എന്നൊന്ന് ആലോചിക്കണം. കാരണം ഈ പല രീതിയിലുള്ള എന്താണ് ഔലിയാക്കളും രംഗത്ത് വരുന്ന കാലാണല്ലോ. അപ്പോ എല്ലാരും കുത്തുബായിട്ടും മുറബിയായ ഷെയ്ഖായിട്ടും കുത്തുബുൽ ഉജൂദായിട്ടും ഒക്കെ ഉണ്ട് വരിക. എന്തപ്പോ ചെയ്യാ അല്ലെ? അപ്പോ അത് അപ്പൊ അവിടെ എന്താണ് വിശുദ്ധ ഖുർആന്റെ സമീപനം അങ്ങനെയാണ്. വഹി എന്ന് പറഞ്ഞത് എന്താണ്? ഷെയ്ത്താനിൽ നിന്നുണ്ടാവും, ഷയാത്തീനിൽ നിന്ന്. അപ്പൊ മിനശ്ശൈത്താനിർ റജീമാണോ ഈ പറയുന്ന വഹി? അതല്ല, മിനർ റഹ്മാനിർ റഹീം, റഹ്മാനുർ റഹീമുമായ അള്ളാഹുവിൽ നിന്നാണോ ഷൈത്താനുർ റജീമായ ഇബ്ലീസിൽ നിന്നാണോ എന്ന് ആദ്യം ഒന്ന് ആലോചിക്കണം. അത് തിരിച്ചറിയാനുള്ള മാർഗങ്ങളുണ്ട്, അത് തിരിച്ചറിയണം അല്ലെ? വലിയ എന്ന് പറയുന്നത് ഔലിയാ ഉർ റഹ്മാനും ഉണ്ട്, ഔലിയാ ഉർ ഷൈത്താനും ഉണ്ട്. രണ്ടും വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നതാണ് അല്ലെ? അപ്പോ ഒരാള് വലിയ എന്ന് പറയുമ്പോ ഒന്ന് ചോദിക്കുക. അതുപോലെ ഔലിയാക്കള് പിന്നെ വഹീന്നല്ലല്ലോ പറയല്. വലിയ എന്ന് പറഞ്ഞു വരുന്ന ആള് ലദുന്നിയായ ഇൽമു എന്നാ പറയാ. അപ്പൊ അത് മില്ലദുൻ ഹക്കീമിൻ ഖബീർ എന്നാണോ? അതല്ല മില്ലദുൻ ഷൈത്താനിർ റജീമാണോ? ലദുന്നി എന്ന് പറഞ്ഞാൽ ലദുൻ എന്നതിലേക്ക് നിസ്ബയാണ് എന്നല്ല അയ്മത്ത് പറഞ്ഞത്. ലദുൻ എന്ന് പറഞ്ഞത് ഏതില്? ലദുൻ ഹക്കീമിൻ ഖബീർ, ഹക്കീമും ഖബീറുമായ അള്ളാഹുവിൽ നിന്നുള്ള ഇൽമു എന്നാണ്. അപ്പൊ ആ ലദുൻ ഹക്കീമിൻ ഖബീറാണോ അല്ല ലദുൻ ഷൈത്താനിർ റജീമാണോ എന്ന് തിരിച്ചറിയാൻ മാർഗങ്ങളുണ്ട്. അങ്ങനെ അപ്പോ ഈ രീതിയിലൊക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ എന്താണ് ശയാത്തീന്മാര് എന്ത് ചെയ്യും? അവരുടെ ഔലിയാക്കളാണ് ഈ ജ്യോത്സ്യന്മാര്, കഹനത്ത്, അതുപോലെ വ്യാജ ഔലിയാക്കന്മാര്, കള്ളത്തരീക്കത്തുകാര്, ഇവരെല്ലാം ശയാത്തീന്റെ ഔലിയാണല്ലോ. അപ്പൊ അവർക്ക് ഇങ്ങനെ പല വിവരവും കൊടുക്കും. അപ്പൊ അവരതിങ്ങനെ പറയും, എന്നിട്ട് കറാമത്താണ് വൈബ് പറഞ്ഞു എന്നൊക്കെ പറയും അല്ലെ? വലിയാകുന്ന ആളിനുണ്ടാകുന്നതാണ് കറാമത്ത്, കറാമത്തുണ്ടാകുന്ന ആളിന് വലിയ അങ്ങനല്ല. വലിയാണെന്ന് ആദ്യം സ്ഥിരപ്പെടണം, എന്നിട്ട് ആ ആളിൽ നിന്നുണ്ടാകുന്ന അസാധാരണ സംഭവങ്ങൾ കറാമത്ത്. നബിയാണ് എന്ന് ആദ്യം സ്ഥിരപ്പെടണം എന്നല്ല, ആള് നബിയാണ് വാദിക്കണം. എന്നിട്ട് ആ ആള് എന്ത് ചെയ്യുക? അസാധാരണ സംഭവം പ്രകടിപ്പിക്കുമ്പോ അതിന് മൊയ്ജിസത്ത് എന്ന് പറയും. വലിയാണ് എന്ന് വാദിക്കാൻ പറ്റുമല്ലേ? വാദിച്ചാൽ മോശമാവുമല്ലേ? അതൊക്കെ അയിമത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്, ഞാൻ പറയുന്നില്ല ഇപ്പൊ. പിന്നെ അപ്പൊ അങ്ങനെ വലിയാണ് എന്നത് മനസ്സിലാക്കാൻ കഴിയും. നബിയാണ് എന്ന് മനസ്സിലാക്കാൻ മൊയ്ജിസത്ത് കൊണ്ടാണ് കഴിയുക. അത് നുബുവത്തിന്റെ തെളിവാണ്. വലിയ എന്നതിന് തെളിവ് കറാമത്തല്ല. കറാമത്ത് എന്ന് പറഞ്ഞാൽ വലിയന്റെ മഹത്വമാണ്. എന്ന് മാത്രല്ല, അത് പിന്നെ വലിയ കറാമത്തുള്ള വലിയനാണോ മഹത്വം കൂടുതൽ, കറാമത്തില്ലാത്ത വലിയനാണോ മഹത്വം കൂടുതൽ? ഇന്നത്തെ പറഞ്ഞ കറാമത്തില്ലാത്ത വലിയനാണ്. അങ്ങനൊക്കെ ഉണ്ട്. അപ്പൊ അത് എന്താ, ഈ ശയാത്തീന്മാര് ആകാശത്ത് നടക്കുന്ന പല കാര്യങ്ങളും പഴയകാലത്ത് അങ്ങനെ കേട്ടിട്ട് അവരുടെ ശയാത്തീന്മാർ പിന്നെ ഔലിയ എന്ന ജ്യോത്സ്യന്മാർക്കും മറ്റും പറഞ്ഞു കൊടുക്കും. അവരത് പറയും. അപ്പൊ അത് പിന്നെ കറാമത്താണ്, ഇൽമുൽ ഗൈബാണ് എന്നൊന്നും പറഞ്ഞ് അവതരിപ്പിക്കണ്ട. പിന്നെ അപ്പൊ ഇവർക്ക് തഖ്വ ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് അടിസ്ഥാനം. കൃത്യമായ തഖ്വയും, വലിയാണെങ്കിലും മുഴുവൻ സമയം ആബിദായിരിക്കുമെന്നല്ലേ, ധാരാളമായ ഇബാദത്ത് ചെയ്യുന്നുണ്ടോ ഇല്ലേ, അതാണ് അടിസ്ഥാനം. അതിന്റെ തുടർന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ വരിക. അപ്പൊ ഏതായാലും ഇങ്ങനെ പഴയകാലത്ത് എന്ത് ചെയ്യുന്നു? ശയാത്തീന്മാര് ജ്യോത്സ്യന്മാർക്ക് ഇങ്ങനെ ആകാശത്തിൽ നിന്ന് വിവരങ്ങൾ കൈമാറിയിരുന്നു. ഫലമ്മാ ഉലിദ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചപ്പോ മുനിയവും സലാത്ത് സമാവാത്തിൻ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, എന്താണ്, 3 ആകാശത്തിൽ നിന്ന് അവർക്ക് വിലക്കുണ്ടായി, തടയപ്പെട്ടു. ഫലമ്മാ ഉലിദ മുഹമ്മദും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
മുനോമിനസമാവാത്തി കുല്ലിഹ. എന്തോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോ അവരെ മുഴുവൻ ആകാശത്തിൽ തൊട്ടും തടഞ്ഞു. ഇനി ആകാശത്തോട്ട് പോകാൻ പറ്റൂല. അപ്പൊ പിന്നെ അവരെന്ത് ചെയ്യും? ഇവരുടെ ഈ ശയാത്തീന്മാർക്ക് അവരുടെ ഔലിയായിന് വിവരം നൽകണമല്ലോ. അവരുടെ ഔലിയായിനെ എന്താണ്, അവരുടെ ഔലിയ ആയി തന്നെ ആ പഴച്ച വഴിയിൽ നിർത്തണമല്ലോ. അതിനെന്താക്കണം? എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ഇങ്ങനെ നൽകി കൊടുക്കണം. ഹദീസിലുണ്ടല്ലോ, ഒരു വിവരാണ് പറയുക ശൈത്താൻ. സത്യസന്ധമായത് ഇങ്ങനെ മലക്കുകളിൽ നിന്ന് കേട്ട ഒരു കാര്യം അതിലേക്ക് 100 കളവും കൂടി ചേർത്തിട്ടാ പറയുക. അപ്പൊ ഈ ജ്യോത്സ്യനും അങ്ങനത്തെ എന്താണ് വലിയ തരീക്കത്തുകാരും സൂഫിയും ഇവരെല്ലാവരും എന്ത് ചെയ്യും? 100 പറയുന്നതിൽ ഒന്നൊത്തു വരും, അത്രേ ഉള്ളൂ. അപ്പൊ അത് വലിയ സംഭവമാണല്ലോ എന്ന് പറഞ്ഞിട്ട് അനുയായികൾ ഇങ്ങനെ കൊട്ടിച്ചു കൊഴിച്ച് നടക്കും. മറ്റു പറഞ്ഞ് 100 എന്താണ് കള്ളത്തരാണെന്നുള്ളത് ജനങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ജനങ്ങൾ സാധുക്കളല്ലേ? സാധുക്കളെന്ന് പിന്നെ എന്റെ വാക്കാണ്. ഈ രാഷ്ട്രീയക്കാരൊക്കെ പറയൽ എങ്ങനല്ലേ, പൊതുജനം കഴുതകളെന്നല്ലേ. അപ്പൊ അത് സാധുക്കളായതുകൊണ്ട് അവരങ്ങ് വിശ്വസിക്കും. അവർ ആ ഭാഗത്തേക്ക് നോക്കൂല, ഈ ഭാഗത്തേക്ക് നോക്കാം. പിന്നെ അപ്പൊ ഫമാമിന്നും മഹദുൻ, അങ്ങനെ പിന്നീട് ഈ ശൈത്താന്മാരെന്ത് ചെയ്ത് യുരീദിസ്തിറാഖസമയി, അപ്പൊ പിന്നെ കട്ട് കേൾക്കാൻ നോക്കും. ആദ്യം നേർക്ക് നേരെ കേൾക്കായിരുന്നു. ആകാശത്തിൽ കയറി പോയിട്ട് മലക്കുകളുടെ അവരെ പറയുന്നതും കേൾക്കുന്നതും അവരെ എഴുതി വെച്ചൊക്കെ നോക്കിയിട്ടൊക്കെ വരായിരുന്നു. അതിനൊന്നും തടസ്സം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താണ് തടസ്സം വന്നപ്പോ ആകാശത്തിന്റെ എന്താണ് ഒന്നാനാകാശത്തിന്റെ ആ ഭാഗത്ത് ഇങ്ങനെ പോയി നിൽക്കും. അപ്പൊ ഒന്നാനാകാശത്തിന്റെ മുകളിൽ മലക്കുകൾ പറയുന്ന സംസാരങ്ങള് ഇങ്ങനെ എന്താണ് മറയുടെ പിന്നിൽ നിന്നുകൊണ്ട് കട്ട് കേട്ടിട്ട് ഇങ്ങനെ വരും. അപ്പൊ അങ്ങനെ കട്ട് കേൾക്കാൻ നിൽക്കുമ്പോ എന്ത് ചെയ്യും? അത് മലക്കുകളുടെ ശ്രദ്ധയിൽപ്പെടുമല്ലോ. അവര് കാവൽക്കാരുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അവരെന്ത് ചെയ്യും? ഒരാളും എന്താണ് ഇസ്തിറാഖുസം ഉദ്ദേശിക്കുകയില്ല. ഇല്ല റുമിയ ഷിഹാബിൻ, എന്ത് ചെയ്യും? ഷിഹാബ് എന്ന് പറഞ്ഞ കൊല്ലുമീൻ എന്ന് പറയുമല്ലോ, അതിനെ എറിയും. വഹുവ അശോലത്തു മിനന്നാരി, അതൊരു തീക്കൊള്ളിയാണ്. തീക്കൊള്ളി കൊണ്ട് എറിയപ്പെടും. ഫലാ യുഖ്തി വബദ, ആ തീക്കൊള്ളി എന്താണ് ഒരിക്കലും പഴക്കൂല. എന്താണ് ശൈത്താന്റെ ഉള്ളു തന്നെ ചെയ്യും. ശൈത്താന്റെ കൊണ്ടാൽ എന്തൊക്കെ സംഭവിക്കും അവിടെ? പമിന്നുമ്മൈ അക്തുലു, ആ കട്ടയേക്കാൻ പോയ ശൈത്താന്മാരിൽ നിന്ന് ഈ തീക്കൊള്ളി അവർക്ക് ഏറ്റിട്ട് അവരെ കൊന്നുകളയും. ചിലപ്പോ ശൈത്താൻ ചത്തു, കരിഞ്ഞെത്തു. പമിന്നുമ്മൈ യുഹരിക്കു വജുഹു, യുഹറക്കു വജുഹു അല്ലെ യുഹരിക്കു വജുഹു, മുഖം മാത്രം എന്താണ് മുഖത്ത് പൊള്ളലേൽക്കും, അത് മാത്രമേ സംഭവിക്കുള്ളൂ. ആള് മരിച്ചു പോകൂല. പിന്നെ വമിന്നുമ്മ യുഹബ്ബിലുഹു, ചിലർക്ക് എന്താണ് ഭ്രാന്തായി പോകും. അപ്പൊ ഭ്രാന്തായി കഴിഞ്ഞാൽ ഇപ്പൊ യസീറു ഊലൻ യുദില്ലുന്നാസ ബിൽ ബറാരി, അതാണ് ഈ പൊട്ടി ശൈത്താൻ എന്നറിയാം. പൊട്ടി ശൈത്താൻ എന്ന് പറഞ്ഞാൽ പൊട്ടൻ എന്നല്ലേ, എന്താണ് ബുദ്ധി കുറവുള്ളവര്, മന്ദബുദ്ധികൾക്ക് മലയാളത്തിൽ പൊട്ടൻ എന്ന് പറയും. ഒരു പൊട്ടനാണ് എന്ന് പറഞ്ഞാല് എന്ന പോലെ ഈ പൊട്ടി ശൈത്താൻ എന്ന് പറഞ്ഞാല് ഹബുല് ബാധിച്ചത്, ബുദ്ധിക്ക് തകരാറ് വന്നത്. ശൈത്താന്റെ ഈ പിന്നെ ഷിഹാബ് കൊണ്ടിട്ടുള്ള എയർ ബാധിച്ചിട്ട് അവരിങ്ങനെ ജനങ്ങളെ വഴിതെറ്റിക്കാൻ നടക്കും എന്നാ. വഴിതെറ്റിക്കുക എന്ന് പറഞ്ഞത് പിന്നെ സന്മാർഗത്തെ തൊട്ട് തെറ്റിച്ച് കളയാന്നല്ല പറഞ്ഞതിനർത്ഥം. അല്ലാതെ അവരിങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോഴേ വഴി ഇങ്ങനെ മാറ്റി വിളിച്ചുകൊണ്ടുപോയി കളയും കൂടെ പോയിട്ട്, അങ്ങനെ സംഭവിക്കും. അപ്പൊ ഇവിടെ പിന്നെ ഇവര് ഇങ്ങനെ കട്ടയാക്കാൻ ശ്രമിക്കുമ്പോ കൊള്ളും, ഒരാളിലും കൊള്ളാതിരിക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെങ്ങനെ ഈ ജ്യോത്സ്യന്മാർക്ക് ഈ നമ്മുടെ ഇക്കാലത്തൊക്കെ വിവരം കിട്ടുക, പിൽക്കാലത്ത് വിവരം കിട്ടുക, അല്ലെങ്കിൽ ശേഷം വിവരം കിട്ടുക, അത് ഈ ശൈത്താന്മാര് നിക്കല് എങ്ങനെയാ? ഈ ഒരു ചങ്ങല രൂപത്തിലാണ്. ഒരാൾ നിൽക്കും ഭൂമിയിൽ, അയാളെ മുകളിൽ എന്താണ് തോളെ ചവിട്ടിയിട്ട് നമുക്ക് പറയാം. ഒരാൾ നിൽക്കും, അയാളെ തോളെ ചവിട്ടിയിട്ട് അല്ലെ തലയിൽ കയറിയിട്ട് വേറൊരാൾ നിൽക്കും. അയാളെ തലയിൽ ഇങ്ങനെ എന്താണ് ഒരു വരിയായിട്ട് ഒരു നിരയായിട്ടാണ് നിൽക്കുക. അപ്പൊ അവസാനത്തെ ആളാണ് എന്ത് ചെയ്യുക? ആകാശത്തിലേക്ക് എന്താണ് അവിടെ നിന്നുള്ള സംഭാഷണം കേൾക്കുന്ന ഒരു ദൂരം ഉണ്ടല്ലോ, അവിടം വരെ ഇങ്ങനെ വരിയായിട്ട് നിൽക്കും. അപ്പൊ അവസാനത്തെ ആളാണ് കേൾക്കുക. അയാൾ കേട്ട് കൊള്ളുന്നതിന്റെ മുമ്പ് ചിലപ്പോ ആ കേട്ട വിവരം തൊട്ടടുത്ത ആളിലേക്ക് കൈമാറിക്കളയും. അപ്പൊ എന്ത് ചെയ്ത് കൊള്ളത് ലാസ്റ്റുള്ള ആളിനല്ലേ, അതിന്റെ ഇപ്പുറത്തുള്ള അയാൾ കേട്ടിട്ടില്ലല്ലോ, അയാൾ മറ്റേ ആളിൽ നിന്ന് ഇങ്ങോട്ട് വിവരം കൈമാറിയതാ. അങ്ങനെ കൈമാറിയതിന് ശേഷമാണ് മറ്റേ ആൾ കൊള്ളുന്നത് കൊണ്ട് ചാകുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, വിവരം കിട്ടിയല്ലോ. അല്ലെങ്കിൽ മുഖത്ത് പൊള്ളലേൽക്കല്ലേ ഉള്ളൂ, വിവരം അയാൾക്ക് ഉണ്ടാവുമല്ലോ. പിന്നെന്ത് അയാൾ ഇവിടെ വന്ന് കൊടുക്കും, വിവരം പറഞ്ഞു കൊടുക്കും. അങ്ങനെ പിന്നെ ബുദ്ധിക്ക് ഹബില് പറ്റിയ ആളിന് ചിലപ്പോ എന്താണ് കേട്ട വിവരം ഇങ്ങനെ ആവർത്തിച്ച് പറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ മതിയല്ലോ.
ഈ ഭ്രാന്തന്മാരായാലും ഒരു കാര്യം ഇങ്ങനെ ചിലപ്പോൾ ആവർത്തി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അവിടുന്ന് കേട്ട വിവരം ഇങ്ങനെ ആവർത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് വിവരം കിട്ടുമല്ലോ. ഇങ്ങനെയൊക്കെ സാധ്യത ഉണ്ട്. അത് ഈ പോക്കറ്റ് അടിക്കാരൊരു സ്വഭാവമാണ്. പോക്കറ്റ് അടിക്കാരൻ എന്ത് ചെയ്യും? ഇവന്റെ പിന്നിൽ ഒരാളുണ്ടാവും, അയാളെ പിന്നിൽ ഒരാളുണ്ടാവും. ഈ പോക്കറ്റിൽ നിന്ന് എടുക്കുന്നത് പെട്ടെന്ന് മറ്റയാളുടെ കയ്യിലേക്ക് കൈമാറും. അപ്പൊ ഇവനെ പിടിക്കുമ്പോൾ അവൻ കൈമലത്തി കാണിക്കും. സാധനം ഇങ്ങനെ അടുത്ത ആളുടെ അടുത്ത് പോയി, അതിന്റെ അടുത്ത ആളുടെ പോയി, അതിന്റെ അടുത്ത ആളുടെ പോയി, അങ്ങനെ എത്തിയിട്ടുണ്ടാവും. അപ്പൊ എന്ന പോലെ പരിപാടിയാണ്. പിന്നെ അപ്പൊ ഇതാണ് എന്ത് 15ാമത്തെ പ്രത്യേകതയായി ഇന്നത്തെ പറഞ്ഞത്. പിന്നെ അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒക്കെ അത് പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. ഇനിയോ ശക്തി സദിഹി ഫി അഹദിൽ ഖൗലൈനി എന്ന പോലെ ഇനി 16ാമത്തെ ഖുസൂസിയത്ത് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം എന്താണ് കീറിയിട്ടുണ്ട്, അല്ല നെഞ്ച് കീറിയിട്ടുണ്ട്, നെഞ്ച് ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട് എന്നർത്ഥം. നെഞ്ചത്ത് ഓപ്പറേഷൻ നടത്തിയതിനാ ആ ഹൃദയം പുറത്തെടുത്ത് കഴുകി ശുദ്ധീകരിച്ച് അതിലേക്ക് ഇൽമും ഹിക്മത്തും നിറച്ച് തിരിച്ച് അങ്ങോട്ട് തന്നെ വെക്കുന്നതിന് വേണ്ടിയാണ്. എത്ര തവണ പിന്നെ ഈ ഷഖ്ഖുസ്സദ്ർ ഉണ്ടായിട്ടുണ്ട്? 4 തവണ ഉണ്ടായിട്ടുണ്ട്. 5ാമതൊരു തവണ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ട് വലാ തസ്ബുത്തു 5ാമത്തെ തവണ സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഷഖ്ഖുസ്സദ്ർ ഉണ്ടായത് ഒന്ന് ചെറുപ്പത്തിലാണല്ലേ. ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ വളരുന്ന ആ ചെറുപ്രായത്തിൽ തന്നെ ഉണ്ടായി. പിന്നൊന്ന് നുബുവത്തിന്റെ സമയത്തും, പിന്നൊന്ന് ഇസ്രാ മിഅ്റാജിന്റെ സമയത്ത്, പിന്നൊന്ന് ഖുർആൻ ഇറങ്ങുമ്പോ ഇങ്ങനെ അയിമത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ അപ്പൊ അങ്ങനെ ഷഖ്ഖുസ്സദ്ർ അത് ഷഖ്ഖുസ്സദ്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുസൂസിയത്താണോ അല്ലേ എന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് അയിമത്തിന്. അതാണ് ഇപ്പൊ ശക്തി സദ്രിഹി അന്ന് കഴിഞ്ഞതിന് ശേഷം ഫി അഹദിൽ ഖൗലൈനി ഈ വിഷയത്തിലുള്ള 2 അഭിപ്രായത്തിൽ ഒന്നാണ്. അതായത് ഷഖ്ഖുസ്സദ്ർ ഉണ്ടായോ ഇല്ല എന്നുള്ളതല്ല, ഉണ്ടായി എന്നുള്ളത് ഉറപ്പാണ്. ഉണ്ടായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണോ അതല്ല മറ്റ് അമ്പിയാവിനും ഷഖ്ഖുസ്സദ്ർ ഉണ്ടായിരുന്നോ? മറ്റമ്പിയാവിന് ഷഖ്ഖുസ്സദ്ർ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ നെഞ്ഞ് പിളർന്ന് ഹൃദയം പുറത്തെടുത്ത് കഴുകി തിരിച്ചു വെച്ചതാണ് എന്നുണ്ടെങ്കിൽ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുസൂസിയത്തായി വരൂലല്ലോ. അതിനാ പറഞ്ഞത്, അങ്ങനെ പറഞ്ഞ ഇമാമിങ്ങളുണ്ട്. അതാണ് അഹദിൽ ഖൗലൈനി എന്ന് പറഞ്ഞിട്ട് ആ വിഷയത്തിൽ ഏതാ പ്രബലം? വഹുവൽ അസഹു. കണ്ടോ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ് എന്നാണ് സഹീഹ്. എന്താണ് ഇവിടെ ഇങ്ങനെ 2 അഭിപ്രായം വരാൻ കാരണം? അത് ഇമാം മുഹമ്മദ് അബ്ദുൽ ഖാദിർ അൽ അഹ്ദൽ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഫത്ഹുൽ കരീമിൽ ഖരീബ് എന്ന് പറഞ്ഞ ശറഹില് പറയുന്നു. പിന്നെ ഈ 2ാമത്തെ അഭിപ്രായം ലൈസ ഖാസം ബിഹി, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ഇത് പ്രത്യേകതയല്ല ഷഖ്ഖുസ്സദ്ർ, മറ്റമ്പിയാവിനും ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താ? ലിമാ റവാഹു ഇബ്നു ജരീർ സഈദ് ഇബ്നു മൻസൂർ റളിയല്ലാഹു അൻഹു ബിസനദിൻ സഹീഹിൻ അൻ സുദ്ദി അൽ കബീർ. സുദ്ദീന് ഇത്ലാഖാക്കുമ്പോ സുദ്ദി സഗീറാണ്, ഇവിടെ സുദ്ദി അൽ കബീർ എന്ന് പറഞ്ഞു. സുദ്ദി എന്ന പേര് 2 മഹാന്മാരുണ്ട്. അപ്പോ സ്വഹീഹായ സനദ് കൊണ്ട് റിവായത്ത് വന്ന തന്നെയാണ്. എവിടെയാണ്? ഖിസ്സത്തി താബൂത്ത് ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിന്റെ താബൂത്തിനെ കുറിച്ചുള്ള ആ കിസ്സയിൽ ഈ സുദ്ദി എന്ന് പറഞ്ഞ 2 മഹാന്മാരും അവര് മുഫസ്സിരീങ്ങളാണ്. അവരുടെ കൗലുകൾ കൂടുതലും തഫ്സീറിലാണ് ഉദ്ധരിക്കപ്പെടുക. അതായത് ഖൗലിഹി തആല, അള്ളാന്റെ വാക്കിലുള്ള താബൂത്തിന്റെ കിസ്സ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞതാണ് ഫീഹി സക്കീനത്തും മിർ റബ്ബിക്കും എന്ന് പറഞ്ഞല്ലോ. ആ താബൂത്ത്, ബനു ഇസ്രായേലിന്റെ താബൂത്ത്, അതായത് ഒരു പെട്ടിയാണ്. അത് ആ ബനു ഇസ്രായേലിന്റെ അമ്പിയാക്കൾ ഇങ്ങനെ തലമുറകളായി കൈമാറി വന്നതാണ്. ആ പെട്ടിയില് പല വസ്തുക്കളും ഉണ്ടായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാമിന്റെ വടിയൊക്കെ അതിലാണ് ഉണ്ടായിരുന്നത്. എന്ന പോലെ പിന്നെ ഫീഹി സക്കീനത്തും മിർ റബ്ബിക്കും എന്ന് പറഞ്ഞ അവിടെ റബ്ബിൽ നിന്നുള്ള സക്കീനത്ത് എന്ന് പറഞ്ഞ പിന്നെന്താണ്? ആ പെട്ടിയില് ചില അമ്പിയാവിന്റെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്, ഫോട്ടോ ഉണ്ടായിരുന്നു. അതിപ്പോ ചില കള്ളത്തരീക്കത്തുകാര് ഫോട്ടോ എടുക്കൽ തെളിവാക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കൽ തെളിവാക്കാനല്ല, ഫോട്ടോ വെച്ചിട്ട് അതിനെ ബഹുമാനിക്കാന് ചിലര് ശേഖന്മാരുടെ ഫോട്ടോ വെക്കുമല്ലോ. അങ്ങനെ ഫോട്ടോ വെക്കുന്നതിന് തെളിവായിട്ട് ചില തഫ്സീറുകളിൽ ഈ പെട്ടിയിൽ അമ്പിയാവിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതൊക്കെ തെളിവായി പറയുന്നത്. അതെല്ലാം കള്ളത്തരീക്കത്തിന്റെ ലക്ഷണ. ഷറഇന്റെ ലാഹിർ പറഞ്ഞതിന് വിരുദ്ധം പറഞ്ഞാല് അപ്പൊ കള്ളത്തരീക്കത്തിന്റെ ലക്ഷണ. അങ്ങനെ അതായത് പഴയകാലത്ത് ഫോട്ടോ അതിന് നിരോധനം ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ടല്ലേ
ഈ വിഗ്രഹാരാധന വന്നത് തന്നെ എങ്ങനെയെന്ന് അയിമത്ത് വിശദീകരിച്ചപ്പോ പറഞ്ഞില്ലേ? അതായത് പഴയകാലത്ത് സാലിഹീങ്ങളായ മഹാന്മാരുടെ ഫോട്ടോ വെച്ചിട്ട് എന്ത് ചെയ്തിരുന്നു? അവരെ, അതായത് മശായിഖന്മാരുടെ, ഔലിയാക്കളുടെ, അമ്പിയാന്റെ ഒക്കെ ഫോട്ടോ വെച്ചിട്ട് അവരെ അനുസ്മരിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്തിരുന്നു. അവർക്കല്ല ഇബാദത്ത് ചെയ്തിരുന്നത്, അവരെ അനുസ്മരിക്കാറുണ്ട്, ഇബാദത്ത് അല്ലാഹ്ക്കും ചെയ്യാറുണ്ട്. ഇങ്ങനെ അപ്പൊ അവരെ കാണുക എന്നൊക്കെ ഉള്ളത്, അവരുടെ ചരിത്രം വായിക്കുക, അവരെ കുറിച്ച് പറയുക എന്നൊക്കെ ഉള്ളത് ഇബാദത്ത് വർദ്ധിപ്പിക്കാന്, തഖ്വ കൂടാനും ഒക്കെ പ്രോത്സാഹനമാണല്ലോ. അപ്പൊ അങ്ങനെ നല്ല നിലയ്ക്ക് അവർ ഉപയോഗപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഇങ്ങനെ ചെയ്യുന്നവരുടെ മനസ്സിൽ ഇബ്ലീസ് തോന്നിപ്പിച്ചു കൊടുത്തു, നിങ്ങളെയൊക്കെ പൂർവികർ ഇവർക്കാണ് ഇബാദത്ത് ചെയ്തത്, ആർക്കല്ല, അള്ളാഹുവിനല്ല. അങ്ങനെ തന്ന പിന്തലമുറ ഈ ഇബ്ലീസിന്റെ ഉപദേശ കെണിയിൽ പെട്ടിട്ട്, ആ ചതിയിൽ പെട്ടിട്ട് ഈ ഫോട്ടോന് ഇബാദത്തെടുക്കാൻ തുടങ്ങി, അതിന്റെ ആൾക്കാർക്ക് ഇബാദത്തെടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ബിംബാരാധന വന്നത്. അപ്പൊ അതുകൊണ്ട് ആ പഴയ കാലത്ത് ആ താബൂത്തിൽ ഫോട്ടോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മശായിഖന്മാരുടെ ഫോട്ടോ വെക്കാന്നൊക്കെ പറയുന്നത് വിവരക്കേടാണ്, വിഷയം അറിയാത്തോണ്ടാ. പിന്നെ എന്നിട്ടാണല്ലോ പിന്നീട് എന്ത് ചെയ്തത്, ആ സൂറത്ത് തസ്വീർ മുസവ്വിരീങ്ങൾ അനല്ലാഹുൽ മുസവ്വിരീൻ എന്ന് പറഞ്ഞുകൊണ്ട് സഹീഹുൽ ബുഖാരിയിൽ അടക്കം ഹദീസ് ഉണ്ടല്ലോ. സൂറത്ത് ഉണ്ടാക്കുന്നവരെയൊക്കെ അല്ലാഹു തആല കഠിനമായി ലഅനത്ത് ചെയ്തിട്ടുണ്ട്. ലഅനത്ത് പറഞ്ഞത് കൊണ്ട് തന്നെ അത് കബീറത്താണ്. അങ്ങനെയാണ്. അപ്പൊ നമ്മളെ കാലത്ത് ഈ ഫോട്ടോ അതിൽ പെടുകയില്ലേ? ഈ കാലത്ത് തന്നെ ജീവിക്കുന്ന പല അയിമത്തും ആ വിഷയത്തിൽ കണിശമായ നിലപാടുള്ളവരാണല്ലോ, അല്ലെ? ഈ ഫോട്ടോഗ്രാഫി എന്ന ആ ടെക്നോളജി ഉപയോഗിച്ചെടുക്കുന്ന ഫോട്ടോകളും അതിൽ പെടും എന്നാണ് പറയുന്ന ഒരുപാട് അയിമത്ത്. നമ്മളെ കേരളത്തിലും മുൻകാലത്തുണ്ടായിട്ടുണ്ട്. കേരളത്തിന് പുറത്ത് ഇപ്പോഴും ഒരുപാട് ഉലമാ അത് പാലിക്കുന്നവരുണ്ട്. ഒരു ഫോട്ടോ പോലും എടുക്കൂല, അവരുടെ സ്ഥാപനത്തിൽ ഫോട്ടോ എടുക്കൂല. അവരുടെ സ്ഥാപനങ്ങള്, മദ്രസകളും ജാമ്യകളും അങ്ങനെ സംഘടനാ പ്രവർത്തനങ്ങളും പ്രഭാഷണങ്ങളും എല്ലാം ഉണ്ട്. അവരുടെ ലൈവ് പരിപാടികളിലൊന്നും ആളെ കാണിക്കുന്ന ലൈവ് കൊടുക്കൂല, ശബ്ദം മാത്രമേ കൊടുക്കുള്ളൂ. അങ്ങനെ സൂക്ഷ്മതയോട് ജീവിക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. അത് തന്നെയാണ് അതിന്റെ ശരി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം തസ്വീർ എന്നത് ഇങ്ങനെ ഒരു ഇഹയ്യാന് വേണ്ടിയിട്ട് കൽപ്പിക്കും എന്ന് തെബുക്കീത്തായിട്ട് മഹ്ശറയിൽ പറയുമെന്നല്ലേ. അപ്പൊ അത് ബിംബം നിർമ്മിക്കുക എന്ന നിലക്ക് മാത്രമല്ല, അല്ലാതെ മൊത്തത്തില് തസ്വീർ എന്ന നിലയ്ക്ക് തന്നെ സൂറത്തുണ്ടാകുക. അത് പഴയ കാലത്ത് അതിന് ആ തടിയുള്ള ചിത്രമായിരുന്നു. അതായത് ഈ ബിംബങ്ങളൊക്കെ ഉണ്ടാക്കും പോലെ ശരീരമുള്ളതായിരുന്നു, തടിയുള്ളതായിരുന്നു. ഈ ഫോട്ടോഗ്രാഫി അനുസരിച്ചാവുമ്പോ അതിന് തടിയില്ലല്ലോ. എന്നിങ്ങനെ ചില പരാമർശങ്ങൾ ചില അയിമത്തിന്റെ കൗലിലുണ്ട്, ഇല്ലായി അല്ല. അങ്ങനെ ഒരു ഫർക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഏതായാലും അയിമത്ത് പറഞ്ഞപ്പോ പൂർണ്ണമായി ജീവൻ നിലനിൽക്കുന്ന രൂപത്തിലുള്ള ചിത്രം എന്നാണല്ലോ അയിമത്ത് അതിന് പറഞ്ഞത്. ആ രീതിയിലുള്ള സൂറത്ത്. കാരണം അപ്പൊ ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ന് പറയുന്ന ഉടലിന്റെ അധിക ഭാഗവും ഇല്ലാത്ത, അല്ലെങ്കിൽ ഉടലില്ലാത്ത, ഇങ്ങനെയൊക്കെ ആവുമ്പോ അത് ഹറാമ് എന്ന് പറഞ്ഞ രൂപത്തിൽ വരൂല. അപ്പൊ ഏതായാലും അതില് സഫീനത്ത് ഈ താബൂത്ത് പറഞ്ഞപ്പോ ഇങ്ങനെ ഓർമ്മ വന്നതാണ്. ഇപ്പൊ അടുത്ത സമയത്ത് ഒരാളങ്ങനെ എന്നോട് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചപ്പോ അതിങ്ങനെ ഓർമ്മ വന്നപ്പോ അത് പറഞ്ഞു. അതിൽ ചിത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് തഫ്സീറിന്റെ കിതാബുകളിലുണ്ട്. അപ്പൊ എന്ന പോലെ തന്നെ ഇവിടെ ഇതിൽ പറഞ്ഞു കാലത്തസ്തുമ്മിൻ ദഹബിൽ ജന്ന. ഈ സക്കീനത്ത് കൊണ്ട് ഉദ്ദേശം സ്വർഗത്തിലെ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു തളികയാണ്, ഒരു വലിയ പാത്രം. ഈ ഒന്നായിട്ട് ഭക്ഷണം വെക്കുന്ന വലിയ പാത്രത്തിനാണല്ലോ തസ്തു എന്ന് പറയാ. ഒരാള് അതിന് ഒരാള് അയാളെ പാത്രത്തിലേക്ക് എടുക്കും, അതിന് തസ്തു എന്ന് അറിയില്ലേ. വലിയ നടുവിൽ വെക്കുന്ന വലിയ പാത്രം ഉണ്ടല്ലോ, അതിനാ തസ്തു എന്ന് പറയാം. ദഹബിൽ ജന്ന, സ്വർഗത്തിലെ സ്വർണം കൊണ്ടുണ്ടാക്കിയതാ. കാനത്ത് തൂസലുബി ഒലൂബുൽ അംബിയായി. അമ്പിയാക്കന്മാരുടെ ഹൃദയങ്ങളൊക്കെ അതിൽ വെച്ചിട്ടാണ് കഴുകാറുണ്ടായിരുന്നത്. എന്നിട്ടെന്താക്കി? അപ്പൊ ഈ താബൂത്ത് എന്ന് പറഞ്ഞത് തിരുശേഷിപ്പുകൾ സൂക്ഷിച്ച പെട്ടിയാണ് എന്നർത്ഥം. മനസ്സിലായില്ലേ? തിരുശേഷിപ്പുകൾ സൂക്ഷിച്ച പെട്ടിയാണ്. അത് ബർക്കത്തെടുക്കാൻ വേണ്ടിയുള്ളതാണ്. അതൊക്കെ ഞാൻ എന്റെ തിരുവേശ മഹത്വം വർത്തമാനം എന്ന് പേരിൽ മലയാളത്തിൽ എഴുതിയ പുസ്തകത്തില് എന്ന പോലെ അതിന്റെ അറബി ഇപ്പോ നമ്മുടെ തൗബ സെന്ററിന്റെ ഈ 1500
വാർഷികത്തോട് നബിദിന ആഘോഷത്തോടനുബന്ധിച്ച് 100ഓളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിലൊന്ന് എന്താണ് അൽ ഇസ്തിഷ്ഫാ ബിശാരിൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഈ വിഷയത്തിലുള്ള അറബി കിതാബാണ്. അപ്പൊ അതിൽ ഞാനത് ആ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബറക്കത്തെടുക്കുക ആസാറുകളെ കൊണ്ട്, വിശുദ്ധ ഖുർആന്റെ സമീപനം, ഹദീസുകളുടെ സമീപനം, എന്നിട്ട് സഹാബത്തിന്റെ സമീപനം, സഹാബത്തിന്റെ ശേഷമുള്ള ഉലമാന്റെ സമീപനം, ഇങ്ങനെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ രണ്ടും അറബി അറിയുന്നവരൊക്കെ കിതാബ് തന്നെ വായിക്കണം. ഉലമാ കിതാബല്ലേ വായിക്കണ്ടേ? അല്ലാത്തവരെ മലയാള പുസ്തകം കിട്ടുമെങ്കിൽ സംഘടിപ്പിച്ച് വായിക്കണം. പിന്നെ അപ്പോ അതില് എന്താണ് ഈ അമ്പിയാവിന്റെ ഹൃദയം കഴുകുന്ന പാത്രം സൂക്ഷിപ്പുണ്ടായിരുന്നു. അപ്പൊ എല്ലാ നബിമാരുടെയും ഹൃദയം കഴുകിയെന്ന് വന്നില്ലേ? ഹൃദയം കഴുകണമെങ്കിൽ ഷക്കുസദ്രു വേണ്ടേ? അല്ലെ? അതുകൊണ്ടാണ് മറ്റൊരു വിഭാഗം ഉലമാ ഇത് ഖുസൂസിയത്തല്ല എന്ന് പറഞ്ഞത്. അപ്പൊ റവാഹുവൈലൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ കാന ബി സനദിൻ ലാകിൻ ബി സനദിൻ ലൈബിൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ തൊട്ട് തന്നെ ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ്? അത് ലൈഫായ സനതാണ്. അതിന് കുഴപ്പമില്ല, നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ. അങ്ങനെ എല്ലാ അമ്പിയാവിന്റെയും എന്താണ് ഹൃദയം കഴുകിയിട്ടുണ്ട്. അപ്പോ അങ്ങനെ കഴുകിയിട്ടുണ്ട് എന്ന് പറഞ്ഞതാണോ സഹീഹ്? അതല്ല, കഴുകിയില്ല നമ്മുടെ പ്രത്യേകതയാണിത് എന്ന് പറയലാണോ സഹീഹ്? ആ തസ്ഹീഹിലും എന്താണ് തർജീഹിലും ഖിലാഫുണ്ട്. അതാണ് എന്ത് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഇതിൽ പറഞ്ഞു. എന്താണ്? കാലബാലും അതല്ലത് എമ്പകി തസ്ഹീഹു, മറ്റമ്പിയാവിന്റെ ഹൃദയം കഴുകിയിട്ടുണ്ട്, അവരുടെ ഹൃദയം ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് എന്നാണ് ആ സഹീഹാക്കേണ്ട അഭിപ്രായം. അതിനെയാണ് റാജിഹാക്കേണ്ടത്. വലൈസ ലിമാ സഹഹുൽ മുഅല്ലിഫു, ഇമാം ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് ഇവിടെ പറഞ്ഞ ആ അഭിപ്രായമല്ല. ഇവിടെ പറഞ്ഞ തസ്ഹീഹാക്കിയ അഭിപ്രായം എന്താ? മിനൽ ഖുസൂസിയത്തിനാൽ അതിന് ഇല്ല. വലൈസ ലിമാ സഹഹുന, അതിനെ തർജീഹ അല്ല. വലൈസ ആ അഭിപ്രായത്തിനില്ല ദലീലുൻ യലിദുഹു, അതിനെ ശക്തിപ്പെടുത്തുന്ന ഒരു ദലീലില്ല, തെളിവില്ല. അപ്പൊ രണ്ടഭിപ്രായമുണ്ട്. അപ്പൊ ഇതിനെ മുറജ്ജഹാക്കുന്ന ഒരു തെളിവില്ലാത്തത് കൊണ്ട് അത് പ്രത്യേകതയല്ല എന്ന് പറയണം. ഫലം യതാറൽ ഫിൽ കുബ്ര. അപ്പൊ പൊതുവെ എന്താണ് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഈ ഖസായിസ് സുഗ്റയിൽ പറഞ്ഞ പ്രത്യേകതകളുടെ തെളിവുകൾ ആ ഖസായിസുൽ കുബ്രയിൽ പറയുക എന്നുണ്ടല്ലോ, നമ്മൾ ഇതിന്റെ ആമുഖത്തിൽ പറയുകയും ചെയ്തു. അപ്പൊ ഖസായിസുൽ കുബ്രയില് ഇത് പ്രത്യേകതയാണ് എന്നുള്ളതിന് വല്ല തെളിവും പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ വഹുവൽ സഹു എന്ന് പറഞ്ഞ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് തെളിവ് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. വലം യതാറൽ ഫിൽ കുബ്ര ലിദലീലിൻ മാ റജ്ജഹഹു ഹുനാ, അല്ല ലിദലീലി മാ റജ്ജഹഹു ഹുനാ, ഇവിടെ തർജീഹാക്കിയ ഒന്നിന്റെ തെളിവ് അവിടെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ചില അയിമത്ത് പറഞ്ഞപ്പോ അതിന് മറുപടിയായി പറയുന്നു. ലാക്കിൻ കലാമു ഇബ്നു ഹജർ ഫിൽ മിനഹി അൽ മിനഹുൽ മക്കിയ എന്ന് പറഞ്ഞ കിതാബില് ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് പറഞ്ഞത് യൂമിമു ഇലാ തഖ്വിയത്തി മാ സഹഹുൽ മുസന്നിഫു, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഇവിടെ തസ്ഹീഹാക്കിയ സഹീഹാക്കിയ ആ ഖുസൂസിയത്താണ് എന്ന അഭിപ്രായത്തിനെ ശക്തിപ്പെടുത്തുന്നതിലേക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹും ഖുസൂസിയത്താണ് എന്ന് പറയുന്ന പക്ഷത്താണ്. അതിന് കാരണം എന്താ? അവദാലിക്കന്നഹു ഖാല ബഅദ ദിക്രി അഥരി സുദ്ദി. ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് മിനഹുൽ മക്കിയയില് എന്ത് ചെയ്തു? ഇമാം സുദ്ദി റഹിമഹുല്ലാഹിന്റെ നേരത്തെ പറഞ്ഞ അസറുണ്ടല്ലോ, കാനത്ത് തൂസൽ ഫീഹി ഖുലൂബുൽ അംബിയായി എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞു അലാ അന്ന ഹാദിഹിൽ കൈഫിയ്യത്തൽ മദ്കൂറത ഫീ ശഖ് ഖൽബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സിയമ മാ തകർറുരി ശഖി ലാ ലിഅന്നൽ വാരിദ ഫീഹി മുജറദു വസ്ലി ഖുലൂബിഹിം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹൃദയം കീറി, അല്ല എന്താണ് നെഞ്ച് കീറി ഹൃദയം പുറത്തെടുത്ത് പിന്നെന്താണ് അത് പിന്നെ കഴുകുന്നുണ്ടല്ലോ, കഴുകി ശുദ്ധീകരിച്ച് അതിൽ ഹിക്മത്തും ഇൽമും നിറച്ച് എന്നിട്ട് പിന്നെ തിരിച്ചു വെച്ച് എന്ന് പറയുന്ന പ്രത്യേക രൂപം അത് മറ്റമ്പിയായിനുണ്ടായിട്ടില്ല. അവരുടേതാണെങ്കിലോ അവരുടെ ഹൃദയം കഴുകുക എന്നുള്ള ഒരു മൊത്തത്തിലുള്ള സംഗതി മാത്രമാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു. ഓലായസ്തൽജിമുഹാദിയിൽ കൈഫിയത്തൽ ബദിയത്തൽ ബാലിഗത മിൻ ഖർഖിൽ ആദത്തി ഹൃദയം അല്ല ബുദ്ധി എന്താണ്? ബുദ്ധി ഉൾക്കൊള്ളുന്നതിന്റെ അപ്പുറത്ത്, ബൗദ്ധികമായ ഒരു കാര്യത്തിന് അപ്പുറത്ത് വരുന്ന അസാധാരണ സംഭവമായി ഖർഖുൽ ആദത്ത്, അതായത് ഇങ്ങനെ ഹൃദയമൊക്കെ ഇങ്ങനെ കീറി പുറത്തെടുത്തിട്ട്
പിന്നെന്ത് ചെയ്തു? അതങ്ങോട്ട് അവിടെ തുന്നലൊന്നും ഇല്ലല്ലോ, അങ്ങനെ അങ്ങോട്ട് കൂട്ടി തുടങ്ങി തടച്ചങ്ങ് പോവല്ലേ, അപ്പൊ പഴയ അവസ്ഥ പ്രാപിക്കല്ലേ. ഈ രീതിയിലുള്ള ഒരു ഷക്കുസ്വദ് മറ്റമ്പിയാവിനുണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ അവരുടെ ഹൃദയം കഴുകി എന്നേ ഉള്ളൂ. ഹൃദയം കഴുകിയത് പുറത്തെടുത്തിട്ടും ആകാം, ഉള്ളിൽ വെച്ചിട്ടും ആകാം. അപ്പൊ ഇത് ഖുസൂസിയത്ത് തന്നെയാണ് എന്ന് പറഞ്ഞു.